ഇറാനിലെ 1979 വിപ്ലവം അമേരിക്കക്ക് വലിയ ആഘാതമായിരുന്നു സൃഷ്ടിച്ചിരുന്നത്. ഈ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ താല്പര്യങ്ങളെ അങ്ങേയറ്റം ഹനിച്ചിട്ടുള്ള ഒരു സംഭവവികാസമാണ് 79 ഇറാനിയൻ വിപ്ലവം. അതൊരു ആൻറ്റി മൊണാർക്കിസ്റ്റ്, ഈ രാജഭരണത്തിനെതിരെ, ഷായുടെ ഭരണത്തിനെതിരെയുള്ളതും അതേപോലെ തന്നെ ആൻറ്റി ഇമ്പീരിയലിസ്റ്റുമായിരുന്നു ആ റവല്യൂഷൻ. അത് രണ്ടും അതിൻ്റെ സ്വഭാവവിശേഷം. അതുകൊണ്ട് തന്നെ അതിന് ശേഷം വന്ന ഭരണകൂടം അതൊരു ഇടക്കാലത്ത് 79 ഉണ്ടായിരുന്ന ഒരു പ്രൊവിഷണൽ റെവല്യൂഷണറി ഗവൺമെൻറ്റാണ്. മെഹദി ബാസിർ ഖാൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഗവൺമെൻറ്. അതേ ഒരു ലിബറൽ പൊളിറ്റീഷ്യൻ. അവരൊക്കെ ഈ റെവല്യൂഷനിൽ പങ്കെടുത്തവരാണ്. അതിനുശേഷം ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഭരണഘടന ഉണ്ടാക്കുകയും ആദ്യത്തെ തെരഞ്ഞെടുപ്പൊക്കെ നടത്തപ്പോൾ അബു ഹസൻ ബനി സദർ എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് എഡ്യൂക്കേറ്റഡുള്ള ഇക്കണോമിസ്റ്റാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ആയത്തുള്ള ഖുമൈനിയുടെയൊക്കെ നേതൃത്വത്തിൽ ഡോക്ടർ അലി ശരീയത്തിയും അതുപോലുള്ള ജലാലെ അഹമ്മദും അതുപോലുള്ള ഇൻ്റലക്ച്വൽസ്, ഖുമൈനിയും ഒരു വലിയ പരിധിവരെ അസേർട്ട് ചെയ്ത കാര്യമാണ് ഈ മുസ്തസഫീൻ എന്ന് പറയുന്നത്. ഒപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അതിൻ്റെ കൂടെ നിൽക്കുക. അപ്പോൾ ഈ ഒപ്രസറും ഒപ്രസ്ഡുമായിട്ടുള്ള അങ്ങനെ ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള വ്യാഖ്യാനം തന്നെ വിപ്ലവ സമയത്തും വിപ്ലവാനന്തരവും ഇറാനിലുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഈ പാലസ്തീനുമായിട്ടുള്ള കാര്യമായിട്ടുള്ള ബന്ധവും പൊതുവിൽ ഈ ഒരു ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ലോകത്തിലുള്ള ഒപ്രസ് കമ്മ്യൂണിറ്റീസിൻ്റെ ഒക്കെ കൂടെ നിൽക്കുക എന്നൊക്കെയുള്ള അതിൻ്റെ ഭാഗം കൂടിയായി. അതുകൊണ്ട് ഇറാനിലുണ്ടായിരുന്ന ഇസ്രായേലിൻ്റെ അവരുടെ ഓഫീസ്, അവരുടെ എംബസി അത് പാലസ്തീൻകാർക്ക് കൈമാറുകയാണ് ചെയ്തത്. അതിൻ്റെ താക്കോൽ അന്ന് PLOയെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അന്ന് PLOയുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പിന്നീട് ഇറാൻ ഇറാഖ് വാറിൻ്റെ സമയത്ത് PLO സദ്ദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ബാക്കിയുള്ള ഇസ്ലാമിക് ജിഹാദിനും പിന്നെ ഹമാസ് സ്ഥാപിക്കപ്പെട്ടപ്പോൾ ഹമാസിനുമൊക്കെ അത്തരം സഹായങ്ങൾ കൊടുക്കുന്ന രീതി വന്നു. പാലസ്തീനോടുള്ള അത്തരമൊരു ബന്ധം തുടക്കത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഈ ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് ഒരു നിലപാടിൽ നിന്ന് തന്നെയാണ് അത്തരം സഹായങ്ങളും ഇറാൻ ചെയ്യുന്നത്. ഹെസ്ബുള്ള ലെബനോണിൽ വരുന്നതും ഈ ഇറാനിയൻ വിപ്ലവത്തിൻ്റെ ഒരു ആശയഗതിയുടെയൊക്കെ സ്വാധീനത്തിലാണ്. പക്ഷെ അതിനു മുമ്പും ഷിയ മുസ്ലിങ്ങളുടെ സംഘടനകൾ, അമൽ മിലിഷ്യ അതുപോലുള്ള സംഘടനകൾ സൗത്ത് ലെബനോണിൽ ഉണ്ട്. ഇന്ന് ഈ പാശ്ചാത്യ വ്യാഖ്യാനങ്ങളിൽ വരുന്ന നമ്മുടെയൊക്കെ മാധ്യമങ്ങൾ അത് ഉപയോഗിക്കുകയും ചെയ്യും. അത് ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹൂത്തികളാണെങ്കിലും യമനിൽ അവരൊക്കെ ഇറാൻ്റെ പ്രോക്സീസ് ആണെന്നാണ് അവർ പറയുന്നത്, അല്ലേ? ഈ യമനി ജനതയ്ക്കും ലെബനീസ് ജനതയ്ക്കും പാലസ്തീൻകാർക്കും ഒന്നും അവരുടെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തിയില്ലേ. അവരുടെ രാഷ്ട്രീയം കരുപിടിപ്പിക്കാൻ അവർക്ക് ശേഷിയില്ലേ, അവകാശമില്ല. അപ്പം യഥാർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ കൊളോണിയൽ ചിന്താഗതി വീണ്ടും അരക്കെട്ട് ഉറപ്പിക്കുകയാണ് ഇത്തരം വ്യാഖ്യാനങ്ങളിലൂടെ തന്നെ നടക്കുന്നത്. ഹമാസ് എന്ന് പറയുന്നത് ഒരു പാലസ്തീനിയൻ സംഘടനയാണ്. അവർക്ക് പാലസ്തീൻ്റെ ലിബറേഷനാണ് അവരുടെ അജണ്ട, അല്ലാതെ മറ്റ് രാജ്യങ്ങളുടെ കാര്യമല്ല. ഹിസ്ബുള്ള ലെബനോണിലെ ഒരു സൈനിക രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന സംഘടനയുമായിരുന്നു. ലെബനീസ് ഭരണകൂടത്തിൽ അടുത്ത കാലം വരെ പങ്കാളിത്തവും ഉണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് അവർ. യമനൊക്കെ എന്ന് പറയുന്നത് ഈ 1990 വരെ സൗത്ത് യമൻ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണം ഉണ്ടായിരുന്ന സ്ഥലമാണ്. 90-ൽ 2 യമനും ഒന്നിക്കുമ്പോഴാണ് അതിൻ്റെ സ്വഭാവം മാറുന്നത്. ഈ പ്രദേശങ്ങളൊക്കെ ഒരുപാട് കാലമായി ജനകീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉള്ള പ്രദേശങ്ങളാണ്. അവിടുത്തെ ജനങ്ങളുടെ സ്വയം നിർണായകത്വം അംഗീകരിക്കുക എന്നുള്ള, അവരുടെ ഡിഗ്നിറ്റിയെ മാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയ അപഗ്രഥനത്തിൽ ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യം. ഇറാൻ അവർക്ക് സഹായം ചെയ്യുന്നില്ല എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം, ചെയ്യുന്നുണ്ട്. പക്ഷേ ഇറാൻ്റെ വെറും ഒരു വാലുപോലെ പ്രവർത്തിക്കുന്ന ജനതയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറയുന്നത് ഈ ജനതയോട് കാണിക്കുന്ന വലിയൊരു പാതകമാണ്. അപ്പോൾ ഇറാൻ്റെ ഒരു ഭരണവ്യവസ്ഥ, അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അനേകം വിമർശനങ്ങളുണ്ട്. അതിനകത്ത് തന്നെ വിമർശനങ്ങളുണ്ട്. അത് ഇറാനിയൻ ജനത സ്വയം ഫൈറ്റ് ചെയ്യുന്ന ഇലക്ഷനിലൂടെ അല്ലാതെയും പ്രസ്ഥാനങ്ങൾ, അവിടെയും നല്ലവണ്ണം പ്രസ്ഥാനങ്ങളുണ്ട്. സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടതാണ്, റിഫോമിസ്റ്റുകളുടെ മൂവ്മെൻറ്റ് കണ്ടതാണ്. അങ്ങനെയൊക്കെ അവർ അവരുടെ പൊളിറ്റിക്സിനെ മാറ്റി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഈ സാമ്രാജ്യത്വ ശക്തികൾക്കോ ഇസ്രായേലിനോ ഒന്നും ചെയ്യാനില്ല. ഇവിടുത്തെ ഭരണം മാറ്റുക എന്നൊക്കെയുള്ള ലക്ഷ്യം ഇസ്രായേലിനുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തവുമാണ്. ഈ
അറ്റാക്കിലൂടെ. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഇറാൻ യഥാർത്ഥത്തിൽ ഈ ഇസ്രായേലിനൊരു ചാലഞ്ചായി നിൽക്കാൻ ശേഷിയുള്ള രാജ്യമാണ് ഇറാൻ. സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഈജിപ്തും ഒക്കെ അമേരിക്കയുടെ ഒരു പൊതു സെക്യൂരിറ്റി അംബ്രല്ലയിലും അവരുടെ പോളിസിയുടെ തന്നെ കൂടെ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഇസ്രായേലിന് വലിയ ത്രെട്ടല്ല. ഇതിലിപ്പോൾ ഈജിപ്തുമായിട്ട് ആദ്യം 78 ക്യാമ്പ് ഡേവിഡ് അക്കോർഡും 79 ഈജിപ്ഷ്യൻ ഇസ്രായേലി പീസ് ട്രീറ്റിയും ഒക്കെ സൈൻ ചെയ്തതാണ്. ജോർദാനുമായിട്ട് പീസ് ട്രീറ്റി ഇസ്രായേൽ സൈൻ ചെയ്തതാണ്. ഈ ഏബ്രഹാം അക്കോർഡ്സ് എന്ന് പറഞ്ഞ് UAEയും ബഹ്റൈനും നോർത്ത് ആഫ്രിക്കയിൽ സുഡാനും ഒക്കെ ആയിട്ട് സൈൻ ചെയ്തതാണ്. അപ്പോൾ ഈ ഗൾഫ് മേഖലയിൽ യഥാർത്ഥത്തിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഈ അറബ് രാജ്യങ്ങൾ കാര്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഘട്ടമാണ്. സൗദി അറേബ്യ അതിന് തയ്യാറുമാണ്. ഇന്നും ഒക്ടോബർ 7 സംഭവവികാസങ്ങളാണ് അതിനെ കുറച്ച് പിറകോട്ടടിപ്പിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് ഈ രാജ്യങ്ങളൊന്നും ഒരു വിധത്തിലുമുള്ള ഭീഷണിയല്ല. ശരിക്കുമുള്ള എതിർപ്പ് ഇറാനിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇറാനെ പൂർണ്ണമായി ഒതുക്കുക എന്നുള്ളത്. ഭരണമാറ്റമൊക്കെ നടത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ഈ തിരിച്ചടി നേരിട്ടപ്പോൾ ഇതങ്ങനെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു പ്രക്രിയയല്ലെന്ന് അവർക്ക്. ഇറാൻ രാഷ്ട്രീയം നോക്കിക്കാണുന്ന ഞാൻ തന്നെ എൻ്റെ PhD ചെയ്തത് തന്നെ അമേരിക്കൻ പെർസെപ്ഷൻസ് ഓഫ് ഇറാൻ എന്ന് പറഞ്ഞു. അതിലുള്ള ഈ ഓറിയൻ്റലിസ്റ്റ് മനോഭാവത്തെ കുറിച്ചാണ് ഒരുപാട് കാലം മുമ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വീക്ഷണങ്ങളിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിനെ പിൻപറ്റി തന്നെയാണ് ഇസ്രായേൽ ഒരു വിധത്തിൽ ഈ പ്രദേശത്തോട്, ഇറാനോട് പ്രത്യേകിച്ചും അവരുടെ നിലപാടുകൾ കൽപ്പിക്കുന്നത്. പക്ഷേ അമേരിക്കയെക്കാളും അതിൽ നിന്ന് ചില ഭിന്നതകളും ഇസ്രായേലിന് ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ടാണ് അമേരിക്കയെ ഇതിലേക്ക് വലിച്ചിഴക്കാനുള്ള ശ്രമം അവർ നടത്തുന്നത്. പൂർണ്ണമായും ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുമെങ്കിലും അമേരിക്ക എല്ലാ നയങ്ങളിലും ഒരേ ഇതല്ല. പലപ്പോഴും ഇവരുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ കാണും. എങ്കിലും അങ്ങനെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഈ യൂറോപ്യൻ ആശയഗതികൾ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ഫോളോ ചെയ്യുന്ന, ഇപ്പം ഇറാനും ഒക്കെ വലിയ എത്രയോ ആയിരത്താണ്ടുകളുടെ സംസ്കാരമുള്ള ഭരണവ്യവസ്ഥകളുണ്ടായിരുന്ന, ഈ യഹൂദർക്ക് തന്നെ ഏറ്റവും സമാധാനത്തോടുകൂടി ജീവിക്കാവുന്ന ഒരവസ്ഥയാണ് പണ്ട് സൈറസ് ദി ഗ്രേറ്റ് ഒക്കെ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നു. ഇന്നും ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യഹൂദർ ഈ മേഖലയിലുള്ളത് ഇറാനിൽ. ഇറാനിയൻ പാർലമെൻറ്റിൽ യഹൂദർക്കൊരു സീറ്റ് റിസർവ് ചെയ്തിട്ടു. യഹൂദർ ഇന്നും ഇസ്രായേലിൽ അവരുടെ പൗരത്വം ഇറാനിൽ അവരുടെ പൗരത്വം അംഗീകരിക്കുകയും ഇസ്ലാമിക് റിപ്പബ്ലിക്കിലാണ് അത് ചെയ്യുന്നതെന്ന് ആലോചിക്കണം. അർമേനിയൻ ക്രിസ്ത്യൻസിനും ഉണ്ട് സീറ്റ്, സൗരാഷ്ട്രനിസം ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കുമുണ്ട്. അപ്പോൾ ഈ ഇറാൻ്റെ ആക്രമണത്തിനെതിരെ ആദ്യം തന്നെ മുന്നിട്ട് വന്ന് പ്രസ്താവന ഇറക്കുന്നത് ഇറാനിയൻ പാർലമെൻറ്റിലെ യഹൂദ പ്രതിനിധിയാണ്. ഞങ്ങളുടെ പേരിൽ ഇത് ചെയ്യരുത്, യഹൂദരുടെ പേരിൽ ഈ ചെയ്യുന്നത് ഞങ്ങളുടെ രാജ്യത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ഭീഷണിയെ ഞങ്ങൾ മുന്നിട്ടിറങ്ങും ഇസ്രായേലിനെതിരെ പോരുത്. ഈ ഇറാനെക്കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള അല്ലേ സംശയങ്ങളുണ്ടാവും ഈ പ്രദേശത്തെക്കുറിച്ചൊന്നും അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ഭീഷണിയാണ്. അതുകൊണ്ട് ശരിക്കും സാമ്പത്തികവും നിശ്ചയമായിട്ട് അതിലുണ്ട്. കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ്, ഗൾഫ് മേഖലയിലെ എണ്ണ ഏറ്റവും കൂടുതൽ പാസ് ചെയ്യുന്ന സ്ഥലം ഇറാൻ വിചാരിച്ചാൽ അടക്കാൻ പറ്റും. ലോക സാമ്പത്തിക രംഗം മൊത്തം താറുമാറും. അമേരിക്ക പഴയ പോലെ ഗൾഫ് ഓയിലിന് ഡിപ്പെൻഡൻ്റ് അല്ല ഇപ്പോഴും. പക്ഷേ അമേരിക്കൻ സുഹൃത്ത് രാജ്യങ്ങൾ, യൂറോപ്പ്, ചൈന ഏറ്റവും കൂടുതൽ, റഷ്യക്ക് സ്വയം ഇത്തരം വിഭവങ്ങളുണ്ട്. അതുകൊണ്ട് പക്ഷേ മറ്റുള്ളവരൊക്കെ ഡിപ്പെൻഡൻ്റാണ്. അതുകൊണ്ടാണ് ഇത് ഒരു പരിധിക്കപ്പുറം പോയി കഴിഞ്ഞാൽ ഇറാൻ അതിൻ്റെ എല്ലാ സാധ്യതകളും ഈ യുദ്ധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഉണ്ടാകുമ്പോൾ. ഈ മേഖല ഒരു വലിയ സംഘർഷത്തിലേക്ക് മാറുന്നത് റഷ്യക്കായാലും ചൈനക്കായാലും ഒട്ടും താല്പര്യമില്ല. ചൈനയുടെ എണ്ണ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ ഒരു വിഹിതം പോകുന്നത് ഗൾഫിൽ നിന്ന്. ഇറാനും റഷ്യയുമായി ഒരു സ്ട്രാറ്റജിക് അഗ്രിമെൻ്റ് തന്നെ നിലവിലുണ്ട്. റഷ്യക്ക് ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൻ്റെയൊക്കെ സമയത്ത് ഡ്രോണുകൾ സപ്ലൈ ചെയ്യുന്നതൊക്കെ ഇറാനായിരുന്നു എന്ന് അറിയാം.
അപ്പം അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. പക്ഷേ ഈ യുദ്ധത്തിലേക്ക് അതിന് ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ റഷ്യയും ചൈനയും കണ്ടം ചെയ്യുകയും ഇത് ശരിയല്ല എന്ന് പറയും. അങ്ങനെയുള്ള പ്രസ്താവനകൾ, കാര്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് വന്നിട്ടില്ല. പക്ഷേ അവർക്ക് കൺസേൺ ഉണ്ട്. ഇത് വിപുലപ്പെടുകയാണെങ്കിൽ, ഈ യുദ്ധം കുറേ കാലം നിലനിൽക്കുമായിരുന്നെങ്കിൽ അത് വലിയ പ്രതിസന്ധി ചൈനയ്ക്ക് പ്രത്യേകിച്ചും ഉണ്ടാക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഇറാനും സൗദി അറേബ്യയും തമ്മിൽ പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ നേരത്തെ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാൻ സൗദി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും നേരത്തെ അടച്ചുപൂട്ടിയിട്ടുള്ള എംബസികൾ അന്യോന്യം തുറക്കുകയും, അതുകൊണ്ട് സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നേരത്തെ ഇറാൻ റവല്യൂഷന് ശേഷം ഉണ്ടായിരുന്ന ആ ഒരു പശ്ചാത്തലത്തിലാണ് GCC ഒക്കെ ഉണ്ടാക്കുന്നത്. ഇറാൻ ത്രെറ്റിനെ നേരിടാൻ വേണ്ടി തന്നെയാണ്. ആ ഒരു സംഗതിയെ കഴിയുന്നത്ര മയപ്പെടുത്താൻ ചൈനയുടെ ഇടപെടൽ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു പൊസിഷനല്ല സൗദി അറേബ്യയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇറാൻ ഒരു വിധത്തിൽ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ എങ്കിലും അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അത് കാരണം അവരുടെ തന്നെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നതാണ് ഇവിടുത്തെ പ്രതിസന്ധി കൂടുകയാണെങ്കിൽ എന്നുള്ളത്. ആ വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചൈനയ്ക്കും റഷ്യയ്ക്കും ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന് നമുക്ക് ഇക്കാര്യത്തിൽ പറയാൻ സാധിക്കില്ല. ഒരു വിധത്തിൽ ദൂരെ നിന്ന് മാറി നിന്ന് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്കുള്ള ഇറാൻ്റെ പരമാധികാരത്തിലേക്കുള്ള കൈകടത്തലിനെ, അത്തരം ആക്രമണത്തെ അപലപിക്കുകയും ആ വിധത്തിൽ നിലപാടെടുക്കുക ആണ് ഈ രണ്ട് രാജ്യങ്ങളും ചെയ്തിട്ടുള്ളത്. അത് കുറേ കൂടെ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ നിലപാട് എന്നുള്ളത്, കാരണം അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടത് മാറുമായിരുന്നു. ഇറാൻ ഒരു വിധത്തിൽ ഇത്രയും കാലത്തെ ഇറാൻ വിപ്ലവത്തിന് ശേഷം വലിയ തോതിലുള്ള വെസ്റ്റേൺ സാങ്ഷൻസ് നേരിടുന്ന രാജ്യമാണ്. ഒരു വിധത്തിൽ പിടിച്ചു നിൽക്കുന്നത് അവരുടെ തന്നെ വലിയ ഒരു സയൻറ്റിസ്റ്റുകളുടെ, എൻജിനീയർമാരുടെയൊക്കെ വലിയൊരു നിര ഇറാനിലുണ്ട്. വളരെ വിദ്യാഭ്യാസമുള്ളൊരു ജനതയുണ്ട്. സ്വയം നമുക്ക് പലപ്പോഴും മറ്റു രാജ്യങ്ങളിലുള്ള ടെക്നോളജിയുമായിട്ട് നോക്കുമ്പോൾ താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ ഇറാൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാവുന്ന വിധത്തിൽ അവരുടെ തന്നെ ശേഷി കുറേയൊക്കെ വികസിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇറാനിൽ 2018-19 സമയത്ത് ഇറാനിൽ പഠിപ്പിച്ചിരുന്നു ഒരു സെമസ്റ്റർ ടെഹ്റാനിൽ, മത്തബത്തബ യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇറാനിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഈ സാങ്ഷൻസ് കൊണ്ടുള്ളത് വളരെ ഭീകരമാണ്. റഷ്യയുമായിട്ടുള്ള അടുത്ത ബന്ധം ഒരു വിധത്തിൽ അതിനെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയൊക്കെ ഈ ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തീരെ ഇല്ലാതാക്കുകയും ഒക്കെയാണ് ഈ അമേരിക്കൻ സാങ്ഷൻസിനെ അനുകൂലിച്ചുകൊണ്ട്. നമ്മുടെ ജനങ്ങൾ അതുകൊണ്ട് കൂടുതൽ എണ്ണയ്ക്ക് വില കൊടുക്കേണ്ടി വരുന്ന സ്ഥിതിയാണ് ഇവിടെ സംജാതമായത്. ആ വിധത്തിൽ ഒരു രീതിയിലേക്ക് പോയിട്ടില്ലെങ്കിലും ചൈനയിൽ നിന്നും ഇറാനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഒരു തലത്തിലേക്ക് ആ റെസ്പോൺസ് ഉയർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഇറാനെയൊക്കെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടുള്ള ഒരു വീക്ഷണം പൊതുവിൽ നമ്മുടെ ഒരു ഇസ്ലാമോഫോബിക് ഇതുള്ള ഒരു ലോകത്ത് നമ്മൾ കാണുന്നതാണ്. പക്ഷെ അതിന് കൃത്യമായിട്ടുള്ള കൊളോണിയൽ വീക്ഷണത്തിൻ്റെ അന്തർധാര അതിൽ കൃത്യമായി നിലവിലുണ്ട് എന്നുള്ളതാണ്. അതിനർത്ഥം ഇറാനിയൻ ഭരണകൂടം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടമെന്ന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഇറാനിയൻ ജനത കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമാണ്. അത് നമുക്ക് ഇപ്പോൾ അവിടുത്തെ സ്ത്രീകളുടെ സമരം, അവിടുത്തെ ജനാധിപത്യ സമരങ്ങൾ, അതിനോട് നമുക്ക് സോളിഡാരിറ്റി ഒക്കെ ഉണ്ടാവും. അത് ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലല്ല. അവരുടെ രാഷ്ട്രീയം നോക്കാൻ പ്രാപ്തിയുള്ള ജനതയാണ്. ഞാൻ പറഞ്ഞു എത്രയധികം മൂവ്മെൻറ്റ്സും ഒക്കെ ഉള്ള ഒരു പ്രദേശം. അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ വീക്ഷണം ഇതിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ സ്വയം നിർണായകത്വത്തെ, അവരുടെ ഡിഗ്നിറ്റിയെ മാനിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ അപഗ്രഥനമാണ് നമ്മൾ ഈ കാര്യത്തിൽ നടത്തേണ്ടത്.